Good morning, student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Test the convergence of sigma k equal to 1 to infinity 99 raised to k by k factorial. ഇത് ഫെബ്രുവരി 2017 രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്നു? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് റോ കാൽക്കുലേറ്റ് ചെയ്യണം. റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. റോ കാൽക്കുലേറ്റ് ചെയ്ത ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk പ്ലസ് 1 ബൈ uk. ഇതാണ് ഫോർമുല. ഇവിടെ uk എന്ന് പറഞ്ഞാൽ എന്താണ്? uk is equal to 99 raised to k by k factorial. uk plus 1 എന്താണ്? 99 raised to k plus 1 divided by k plus 1 factorial. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് uk നമ്മൾ കണ്ടെത്തി, uk plus 1 കണ്ടെത്തി. uk plus 1 കാണുമ്പോൾ k യുടെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കണം? k plus 1 കൊടുക്കണം. അപ്പോൾ 99 raised to k plus 1 by k plus 1 factorial. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കുക. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 99 k plus 1 divided by k plus 1 factorial into uk എന്ന് പറഞ്ഞാൽ എന്താണ്? uk എന്ന് പറയുന്നത് 99 raised to k by k factorial. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 99 raised to k plus 1 99 raised to k plus 1 divided by k plus 1 factorial into ഈ താഴെയുള്ള k factorial മുകളിലോട്ട് പോകും. k factorial by 99 raised to k. That is limit k tends to infinity 99 raised to k into 99 raised to 1 into k factorial by k plus 1 factorial നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞു 4 factorial എങ്ങനെ എഴുതാം? 4 into 3 factorial എഴുതാം. അപ്പോൾ k plus 1 factorial എങ്ങനെ എഴുതാം? k plus 1 into k factorial into 99 raised to k. അപ്പൊ ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം? ഈ k factorial നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. 99 raised to k യും 99 raised to k യും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 99 divided by k plus 1 എന്നാണ് ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ വലുതായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ആൻസർ വിൽ ബി 0. അപ്പൊ 0 എന്നുള്ളത് ലെസ് ദാൻ 1 ആവും. k ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ 99 by k plus 1 എന്നുള്ളത് 0 ആവും. അത് ലെസ് ദാൻ 1 ആവും. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? സിൻസ് റോ ലെസ് ദാൻ 1, റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് given series, therefore the given series is converges. Given series is converges. Given series അതാണ്, that is sigma k equal to 1 to infinity 99 raised to k by k factorial is converges. Converges ആണ്. തന്നിരിക്കുന്ന സീരീസ് നമുക്ക് എന്ത് കിട്ടും? കൺവെർജ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് uk കണ്ടുപിടിക്കുക, അതിൽ നിന്നും uk plus 1 കണ്ടുപിടിക്കുക, uk plus 1 uk കൊണ്ട് ഹരിക്കുക, uk plus 1 uk കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിച്ച് സോൾവ് ചെയ്ത് വരുമ്പോൾ റോയുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? ലിമിറ്റ് k ടെൻസ് ടു 99 by k plus 1 ആണ്. ബാക്കി എല്ലാ ടേമും കട്ടായി പോകും. ഇവിടെ k plus 1 ഫാക്ടോറിയൽ എന്ത് എഴുതണം? k plus 1 into k ഫാക്ടോറിയൽ. 99 raised to k plus 1 എന്ത് എഴുതണം? 99 raised to k into 99. അങ്ങനെ എഴുതി കഴിയുമ്പോഴാണ് അത് ഓരോന്നായിട്ട് ക്യാൻസൽ ആവുന്നത്. അങ്ങനെ ക്യാൻസൽ ആയതിനു ശേഷം നമുക്ക് കിട്ടുന്നത് 99 by k plus 1 ആണ്. ആ kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 കിട്ടും. ഈ 0 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. 0 ലെസ് ദാൻ 1 ആയതുകൊണ്ട് given series റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷൻ the given series is converges. Given series converge. അപ്പൊ ഇത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ.